ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് അച്ചാറാണ്. ഇതെനിക്ക് കിട്ടിയ ഓർഡറാണ് കേട്ടോ. എന്നാൽ നമുക്കിത് ഉണ്ടാക്കിയാലോ. അതിനായി 500 ഗ്രാം ബീഫ് വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ബീഫ് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് ബീഫ് നന്നായി പൊരിച്ചെടുക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലില്ലാത്ത ബീഫ് എടുക്കുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ആവശ്യമായ മറ്റു ചേരുവകളാണിത്: ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കരിവേപ്പില, മുളക് പൊടി, പൊരിച്ചെടുത്ത ബീഫ്, ഗരം മസാല, കുരുമുളക് പൊടി, വിനാഗിരി, ഉലുവപ്പൊടി, കായപ്പൊടി, എണ്ണ. സ്റ്റൗ ഓണാക്കി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞിട്ടില്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടുവരും. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ചതച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ചേരുവകളെല്ലാം ചെറിയ തീയിൽ 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല മഞ്ഞ നിറം വരുന്നത് വരെ ചെറുതീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലകൾ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ബീഫ് അച്ചാറിന് നല്ല എരിവും ചുവന്ന കളറും കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സുർക്ക ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ഗ്രേവിക്ക് കട്ടി കൂടാനും മസാലകളൊക്കെ ബീഫ് കഷ്ണങ്ങളിലേക്ക് നല്ലതുപോലെ പിടിക്കാനും വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് 2-3 ദിവസം കഴിഞ്ഞ് മസാലയൊക്കെ ബീഫ് കഷ്ണങ്ങളിൽ നന്നായി പിടിച്ച ശേഷം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ കഴിയുക. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാറുകളിൽ ഒന്നാണ് ബീഫ് അച്ചാർ. ഈ അച്ചാറിനായി ഉപയോഗിച്ച ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി എന്നിവ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ മസാലകളൊക്കെ നന്നായി ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.